ഹൈറേഞ്ച്. പ്രകൃതി ഭംഗി കൊണ്ട് സഞ്ചാരികളുടെ മനം കവരുന്ന സ്വപ്നദേശം. പച്ചപ്പുതപ്പണിഞ്ഞ ഈ ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് 1950കളിലാണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. ഇന്ന് ഈ കുടിയേറ്റ മണ്ണിൽ വൈദ്യുതിയും റോഡുകളും അനുബന്ധമായ എല്ലാ മേഖലകളും വളർന്ന് ശുദ്ധമായ കാറ്റും മണ്ണും വെള്ളവുമെല്ലാമുള്ള സുഖകരമായ ഒരു ജീവിതാന്തരീക്ഷമായി വളർന്നിരിക്കുന്നു. ഇവിടെ ഇടുക്കി മലനിരകൾക്ക് താഴെ മൂലമറ്റം എന്ന മനോഹര പ്രദേശത്തിന്റെ ആരോഗ്യ സുരക്ഷയെ ശക്തമാക്കിയ ആദ്യകാല ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്റർ. 1978കളിൽ സ്ഥാപിതമായ ഈ ആശുപത്രി ഇടുക്കി ജില്ലയിലെ, പ്രത്യേകമായി മൂലമറ്റത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. പുള്ളിക്ക് ക്യാൻസർ, ലിവർ സിറോസിസ് ഇതെല്ലാം ഉള്ള അസുഖമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വേറെ കാരിത്താസ് ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ള പരിചരണവും ഒരു മിതമായ ബില്ലും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വൈഫിനെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ മറ്റ് ചികിത്സകൾക്കായിട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വരുമായിരുന്നു. അന്ന് ഈ തൊടുപുഴ സൈഡിലൊക്കെ ഹോസ്പിറ്റലുകൾ കുറവാണ്. ഹൈ റേഞ്ച് മേഖലയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്നു ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉള്ളതുകൊണ്ട് അത്രയും തന്നെ ആളുകൾ ഇവിടെ വരുന്നില്ല. ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സേവനം വളരെ സ്തുത്യർഹമാണ്. അതുപോലെ തന്നെ നേഴ്സിംഗ് പിള്ളേർ അവരൊക്കെ വളരെ സ്നേഹമായിട്ട് നമ്മളോട് പെരുമാറും. അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു ആകർഷണം. ഇടുക്കി മലനിരകൾക്ക് കീഴിലായിട്ട് മൂലമറ്റം എന്ന ചെറു ഗ്രാമം, ഇവിടെ ആതുര ശുശ്രൂഷയ്ക്കായിട്ടുള്ള മറ്റു സ്ഥാപനങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തീർത്ഥീയ സന്യാസിനി സമൂഹത്തിൻ്റെ ശാഖാമഠങ്ങൾ മൂലമറ്റത്ത് സ്ഥാപിതമായിരുന്നു. ഇടുക്കിയിൽ നിന്നും മറ്റ് പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് തൊടുപുഴ വരെ പോകേണ്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇടുക്കിയുടെ ഈ മേഖലയിൽ, ഈ അവികസിത മേഖലയിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചത്. ക്രൈസ്തവ സഭ കേരള മണ്ണിൽ വേരുറപ്പിച്ചത് സാധാരണ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നാണ്. അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും ആത്മീയവുമായ കാര്യങ്ങളുടെ വളർച്ച ലക്ഷ്യമാക്കിയതോടെ വലിയ ഒരു സ്വീകാര്യതയാണ് സഭയ്ക്ക് ലഭിച്ചത്. ഇന്നും എല്ലാ സഭാപ്രവർത്തനങ്ങളുടെ വിജയവും അവർ അന്നിട്ട വിത്തിന്റെ ഫലങ്ങളാണ്. ബിഷപ്പ് വയലിൽ ഹോസ്പിറ്റൽ എന്ന സ്വപ്നവും അവികസിത മേഖലയിലെ ആതുര ശുശ്രൂഷ രംഗത്തെ ശക്തമാക്കുക എന്ന ചിന്തയായിരുന്നു. ബിഷപ്പ് വയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് ഉടലെടുത്തത്? ഞങ്ങളുടെ സഭയുടെ ആരംഭകാലം മുതൽ സ്ഥാപക പിതാവ് ഹോസ്പിറ്റൽ മിനിസ്ട്രിക്ക് വേണ്ടി ഉള്ള പരിശ്രമത്തിലായിരുന്നു. ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി ആരംഭിക്കാനായിട്ട്. കദളിക്കാട്ടിൽ മത്തായിച്ചൻ അദ്ദേഹം ആതുര സേവന രംഗത്തേക്ക് തുടക്ക സമയത്ത് തന്നെ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെയൊക്കെ കടന്നു വരാൻ സാധിച്ചില്ല അക്കാലത്ത്. എങ്കിലും 1929 ആയപ്പോഴത്തേനും ഇങ്ങനൊരു പിന്നീട് 1970 ചക്കാമ്പഴയിൽ ഞങ്ങൾക്ക് 1951 ഒരു ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു. അല്ല, ഹോസ്പിറ്റലായിട്ട് ആരംഭിച്ചു. 20 ബെഡോടുകൂടിയ ഒരു ഹോസ്പിറ്റല്. പിന്നീട് 1976 ഞങ്ങളുടെ 74 ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിനാക്സിസ് കൂടിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു ചിന്ത വന്നു. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിനെ പറ്റി ഞങ്ങളുടെ പാലാ രൂപതയിലെ അന്നത്തെ ബിഷപ്പ് വയലിൽ പിതാവാണ്, മാർ സെബാസ്റ്റ്യൻ വയലിൽ. അദ്ദേഹത്തോട് ആലോചിച്ചു എങ്ങനെയാണ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിന് സ്ഥലം ആലോചിച്ചുവെങ്കിലും ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മൂലമറ്റം ഭാഗം ഒരു അവികസിത മേഖലയാണ്. അപ്പോൾ അവികസിത മേഖലയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്.
ഞങ്ങളുടെ കാര്യത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്. അങ്ങനെ 1975 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് മൂലമറ്റം ഭാഗത്ത് ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് ഉള്ള ചിന്തയുണ്ടായി. അന്ന് ഇവിടെ മറ്റു ഹോസ്പിറ്റലുകളൊന്നും ഉണ്ടായിരുന്നില്ല? അന്ന് ഹോസ്പിറ്റലുകളൊന്നും ഉണ്ടായില്ല. ഇടുക്കി ഭാഗത്തു നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് തൊടുപുഴയ്ക്ക് പോകണമായിരുന്നു. പിന്നെ വാഗമൺ ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾക്ക് എല്ലാവരും തൊടുപുഴ ആയിരുന്നു അന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് തൊടുപുഴ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്ററോളം ഉണ്ടോ? കാണുമായിരിക്കും. അങ്ങനെ തിരുന്നപ്പഴി സ്ഥലം അന്ന് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. പിന്നെ നമ്മുടെ കാര്യത്തോട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണെന്ന് തോന്നി. പേഷ്യൻസ് ധാരാളം വരാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തു. പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനിയുടെ സ്മരണാർത്ഥമാണ് ബിഷപ്പ് വയലിൽ എന്ന പേര് ഈ ഹോസ്പിറ്റലിന് തിരഞ്ഞെടുത്തത്. പാലാ രൂപതയ്ക്ക് വയലിൽ തിരുമേനി നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. പാലാ സെന്റ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സന്യാസിനി സമൂഹങ്ങളും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളുമെല്ലാം പിതാവിൻ്റെ കാലത്ത് രൂപപ്പെട്ടതാണ്. പാലായിൽ രൂപമെടുത്ത ആദ്യ സന്യാസിനി സമൂഹമായ SH സിസ്റ്റേഴ്സിന്റെ വളർച്ചയ്ക്കും പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ പിതാവിന്റെ ജൂബിലി വർഷം കൂടിയായിരുന്നു അന്നാളുകൾ. പാലാ രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനി തൃതീയ സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭം മുതൽ ആ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമായിട്ട് ഏറെ താല്പര്യം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുക തൃതീയ സന്യാസിനി സമൂഹത്തിൻ്റെയും ഒരു അഭിലാഷമായിരുന്നു. പിതാവിൻ്റെ പ്രോത്സാഹനവും മറ്റ് പല വിധത്തിലുള്ള സഹായങ്ങളും തൃതീയ സന്യാസിനി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഹേതുവായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരു സ്ഥാപനവും തന്നെ അന്ന് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഈ ഹോസ്പിറ്റലിന് നൽകുക അഭികാമ്യമാണെന്ന് അന്നത്തെ അധികാരികൾക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ആ പേര് നൽകുവാൻ കാരണമായത്. സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് അഥവാ SH സിസ്റ്റേഴ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇവരാണ് ബിഷപ്പ് വയലിൽ ഹോസ്പിറ്റലിന്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്നത്. സന്യാസമെന്നാൽ അമൂല്യമായ ഒരു വിളിയാണ്. തൻ്റെ ചങ്കിൽ നിന്ന് ഇറ്റുവീണ രക്തം കൊണ്ട് സൗഖ്യം നൽകി സ്നേഹിച്ചതുപോലെ പരസ്നേഹത്തിനായുള്ള വിളി തിരുഹൃദയ സന്യാസിനികൾ വളരെ ഭംഗിയായി തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിവർത്തിക്കുന്നു. ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്റർ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഡോക്ടേഴ്സിനെ ലഭിക്കുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഇവിടെ തന്നെ 4 സിസ്റ്റർ ഡോക്ടർമാർ വിവിധ സ്പെഷ്യാലിറ്റികളായി ജോലി സേവനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ SH കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് 50-ൽ പരം സിസ്റ്റർ ഡോക്ടേഴ്സ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി സ്പെഷ്യാലിറ്റി ബിരുദം നേടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഏകദേശം 200-ൽ പരം സിസ്റ്റേഴ്സ് ആതുര ശുശ്രൂഷ രംഗത്ത് അവരുടെ നേഴ്സിംഗ് പ്രൊഫഷനിലൂടെ ബിരുദം നേടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ചികിത്സ മുഴുവൻ ഇവിടെയാണ് നടത്തുന്നത്. ഡെലിവറി പിള്ളേർ ഉണ്ടായത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് നടത്തുന്നത്. പിന്നെ മരുന്ന് മാത്രമല്ല, പിന്നെ ആധ്യാത്മിക കാര്യങ്ങളും കുമ്പസാരം, കുർബാന എല്ലാ ദിവസവും സംബന്ധിച്ച് റൂമിൽ തന്നെ കൊണ്ടുവന്ന് തരും. സംസാരിക്കാൻ സൗകര്യമുണ്ട്. മരുന്നാണെങ്കിലും കൃത്യസമയത്ത് ഭക്ഷണം എല്ലാം. ഒരു ബൈസ്റ്റാൻഡറുടെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ വന്ന് കയറുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഈ പിള്ളേർ നോക്കിയോളും. അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാം നല്ല സോഫ്റ്റായിട്ട കാര്യങ്ങളെല്ലാം നീങ്ങുന്നു.
തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോകണം. ഇതുപോലെ ഇപ്പോൾ ഒരു ഹോമിലി വരിയതുപോലെ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അസുഖം വന്നാൽ ഇവിടെ വന്ന് വീട്ടിലെ ആൾ കൂടെ വരാനില്ലെങ്കിൽ, സൗകര്യമില്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ, ഭക്ഷണം, മറ്റെല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തോളും. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ, ആളില്ലാത്തതിൻ്റെ അഭാവം നമ്മൾ അറിയില്ല. ഈ ഹോസ്പിറ്റൽ 1978 ഒക്ടോബർ 21 തുടങ്ങിയതാണ്. അന്ന് 120 ബെഡ് തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് 300 ബെഡുകളാക്കി തീർത്തിട്ടുണ്ട്. 1993 സൈക്കാട്രി സെക്ഷൻ തുടങ്ങുന്നത്. അതിനുശേഷം 1994 നേഴ്സിംഗ് സ്കൂൾ തുടങ്ങി. അങ്ങനെ പടിപടിയായിട്ട് ആണ് ഇന്ന് ഈ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റലായി തീർന്നിരിക്കുന്നത്. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ SH പ്രൊവിൻസ് പാല ആണ് ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. 1978കളിൽ മൂലമറ്റത്ത് എല്ലാ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളോടും കൂടിയ ഒരു വലിയ ഹോസ്പിറ്റലായാണ് ഇത് ആരംഭിച്ചത്. SH പ്രൊവിൻസിൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ വളർച്ചയ്ക്കായി പരിശ്രമിച്ചു. അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന റവറൻ സിസ്റ്റർ പനാച്ചിയ ആയിരുന്നു ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത്. ആ വലിയ ദൗത്യത്തെ ദൈവകൃപയാൽ നിർവഹിക്കാൻ കഴിഞ്ഞെന്ന് സിസ്റ്റർ എളിമയോടെ പറയുന്നു. കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ദൈവാനുഭവവും ഇണങ്ങിച്ചേർന്ന സമന്വയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന റവറൻ സിസ്റ്റർ പനാച്ചിയ. അൽഫോൻസ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്ന നിലയിൽ 9 വർഷങ്ങളും സഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് സിസ്റ്റർ പനാച്ചിയ. പ്രൊവിൻഷ്യൽ കൗൺസിലർ എന്ന നിലയിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിപ എന്ന നിലയിലും ദീർഘവീക്ഷണത്തോടെ സഭയുടെ പുരോഗതിക്ക് വേണ്ടി തൻ്റെ ആയുസ്സും ആരോഗ്യവും പൂർണ്ണമായും വ്യയം ചെയ്യുവാനായിട്ട് പനാച്ചിയ എപ്പോഴും സന്നദ്ധയായിരുന്നു. ആദ്യം നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ മിനിസ്ട്രി ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ മൂലമറ്റത്തല്ല ഇതിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ ആരംഭിക്കേണ്ടത് വേറെ മറ്റ് സ്ഥലങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലം ഹോസ്പിറ്റൽ ആരംഭിക്കാനായിട്ട് രാമപുരം ഭാഗം ആലോചിച്ചു. അതുപോലെ പൈക ഭാഗം, പൊൻകുന്നത്തുനിന്ന് വരുന്ന വഴി പൈക ഭാഗം, പിന്നെ കുറവിലങ്ങാട് ഭാഗം, ഇങ്ങനെ പല സ്ഥലങ്ങൾ ഞങ്ങൾ ആലോചിച്ചെങ്കിലും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയത്തോട് ചേർന്നില്ല. എന്നിട്ട് റിമോട്ട് ഏരിയ ആണ് ഉദ്ദേശിച്ചത്. അവിടെയൊക്കെ അടുത്ത് ഹോസ്പിറ്റലുകളെല്ലാം ഉള്ളതുകൊണ്ട് സൗകര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇതാണെങ്കിൽ കുറച്ചുകൂടി അസൗകര്യമുള്ള സ്ഥലമാണ് മൂലമറ്റം. അതുകൊണ്ടാണ് മൂലമറ്റം സെലക്ട് ചെയ്തത്. ഇവിടെ വന്ന് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടെത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ മൂലമറ്റം മഠമുണ്ട് അടുത്ത് മൂലമറ്റം മഠത്തിന് വേണ്ടി സ്കൂൾ തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിൽ വാങ്ങിച്ച സ്ഥലമാണിത്. മഠത്തിലേക്ക് വാങ്ങിച്ചു. ഇത് എത്ര ഏക്കർ ഉണ്ട് ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഇത് അന്ന് വാങ്ങിച്ചത് 8 ഏക്കർ 2 സെൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ 8 ഏക്കർ സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചത്. ആ സ്ഥലം മഠത്തിലെ സ്കൂളിന് വേണ്ടി വാങ്ങിച്ചിരുന്ന സ്ഥലം ഞങ്ങളിങ്ങോട്ട് എടുക്കുകയില്ല, ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വാങ്ങിച്ചു, മഠത്തോട് വാങ്ങിച്ചു. ബിഷപ്പ് വയലിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് കുടിയേറ്റ മണ്ണിലെ പെൺകുട്ടികൾക്ക് ആതുര ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് 1994കളിലായിരുന്നു. കാർഷിക സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു തൊഴിൽ മേഖല കൂടി ഇതുവഴി ഇവർക്കായി തുറന്നുകൊടുത്തു. ഈ പ്രദേശത്തെ ധാരാളം പേർ ഇന്ന് സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നതിന് വഴിയൊരുക്കാൻ ഈ നഴ്സിംഗ് സ്കൂളിന് കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം.
നമ്മളിവിടെ നഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചത് 1994 അന്ന് നമുക്ക് 20 കുട്ടികളാണ് ഒരു ബാച്ചിലുണ്ടായിരുന്നത്. ഇവിടെ 4 ബാച്ച് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർഷം ബോണ്ടും ആ സമയത്ത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ 5 ബാച്ച് കുട്ടികൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 100-120 പിള്ളേർ നമ്മുടെ ഹോസ്റ്റലിൽ ഇവിടെ താമസിച്ചിരുന്നു. എന്തിനാണ് നമ്മൾ ഈ ഒരു നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം പേഷ്യൻസും സർജറിയും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിലും കുറച്ചുകൂടെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു സഹായം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓർത്തൊരു നഴ്സിംഗ് സ്കൂളിലൂടെ തുടങ്ങാം. ഇവിടെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നഴ്സിംഗിന് ചോദിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു, പിള്ളേർ പഠിക്കാനും ഒക്കെ ആയിട്ട്. അന്ന് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ വെക്കുമ്പോൾ പിള്ളേരെ എടുക്കാത്തതിനും ആൾക്കാരുന്നില്ല ആരും കൂടെ. എൻ്റെ പേര് രേഷ്മ, ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ സെക്കൻഡ് ഇയർ GNM സ്റ്റുഡൻ്റാണ്. ഇതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ഹോസ്പിറ്റലാണ്. പോരാത്തന്നെ സൈക്കാട്രി സ്പെഷ്യലൈസിങ് കൂടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ പ്രാക്ടിക്കൽസും കിട്ടും. ഇപ്പോൾ BSc അപേക്ഷിച്ച് ഇവിടെ പ്രാക്ടിക്കലാണ് കൂടുതൽ, BScയിൽ തിയറിയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് GNM പഠിച്ചിട്ട് പോസ്റ്റ് BSc എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലും നമ്മൾ മാറ്റി നിർത്തത്തില്ല. ഇവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഒക്കെ നല്ല വാല്യൂ ആണ് എല്ലായിടത്തും. അതെല്ലാം വച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. എൻ്റെ പേര് അലീന, ഞാനിവിടെ ഫസ്റ്റ് ഇയർ GM സ്റ്റുഡൻ്റാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ടീം നേഴ്സിംഗ് ആയിട്ടാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പഠിച്ചത് GNM പഠിച്ചത് ഇവിടെ തന്നെയാണ്. പോസ്റ്റ് BSc പഠിച്ച് ബാംഗ്ലൂരാണ്. പക്ഷേ ഇവിടെ നന്നായിട്ട് നല്ല ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നല്ല വർക്കിംഗ് ചെയ്യാൻ നല്ല സിസ്റ്റേഴ്സൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നൊരു വേദന വീണ്ടും വർക്ക് ചെയ്യാനായിട്ട്. എൻ്റെ വീട് മൂലമറ്റത്താണ്. അപ്പം ചെറുപ്പം തൊട്ടേ ഈ ആശുപത്രിയെക്കുറിച്ചും ഇവിടുത്തെ നല്ല സിസ്റ്റേഴ്സിനെ കുറിച്ചും പിന്നെ വീട്ടിൽ മാതാപിതാക്കളും പിന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ ആയിട്ടും ഇവിടെ വന്ന് ചികിത്സ നേടിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നല്ല അന്തരീക്ഷത്തിൽ വന്ന് പഠിക്കാനും പിന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല ടീം സ്പിരിറ്റോടുള്ള വർക്കും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷം ഈ ഹോസ്പിറ്റലിൽ. ആയിരത്തി 1993 ബിഷപ്പ് വൈലിൽ മെഡിക്കൽ സെന്റർ മാനസികാരോഗ്യ രംഗത്തേക്ക് കടന്നു വന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിലെ ഒരു പ്രധാന കേന്ദ്രമായി വളരുവാൻ കഴിഞ്ഞു. തിരുഹൃദയ സന്യാസിനിമാരുടെ തന്നെ പൈങ്കുളം SH ഹോസ്പിറ്റലും ഈ രംഗത്ത് വളരെ പ്രശസ്തമാണ്. ഇന്ന് ബിഷപ്പ് വൈലി മെഡിക്കൽ സെൻ്ററിൻ്റെ ഒരു പ്രധാന ഡിപ്പാർട്ട്മെൻറ്റായി പ്രവർത്തിക്കുന്ന ഇതാണ് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. 1993 ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടക്കം കുറിച്ചു. ഇത് ഒരു ജനറൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവിടേക്ക് വരുവാൻ രോഗികൾക്ക് വളരെയേറെ താല്പര്യമുണ്ട്. കാരണം ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളതുകൊണ്ട് ഏതൊരു ഡോക്ടറിനെ കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തെല്ലാം മെഡിക്കൽ ഒരു മാനസിക രോഗിക്കോ അല്ലെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളായ ചികിത്സയ്ക്കായി വരുന്നവർക്കോ ശാരീരികമായ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അതിനെ ചികിത്സിക്കുവാൻ വേണ്ടതായ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിന് വെളി തമിഴ്നാട്, കർണാടക എന്നീ പ്രദേശങ്ങളിൽ നിന്നും രോഗികൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. സഭയുടെ ആതുര സേവനത്തിന്റെ ഒരു മുഖമാണ് ബിഷപ്പ് വൈലിൽ മെഡിക്കൽ സെന്റർ. ഉൾനാടുകളിലേക്ക് ക്രിസ്തുവിന്റെ സൗഖ്യ ശുശ്രൂഷാനുഭവം പകർന്നു നൽകിയ സ്ഥാപനം. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചുള്ള ഈ യാത്ര കൂടുതൽ ദീപ്തമാകട്ടെ എന്ന് ആശംസിക്കാം.